ഹലോ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത്. ഇത് റോവേനാണ്. നമ്മളുടെ ഫ്ലാറ്റ് മേറ്റ്സ് ആയിട്ട് നമ്മൾ ചുമ്മാ ഒരു ഔട്ടിങ്ങിന് പോവാണ് കേട്ടോ. ഇതൊരു സഡൻ പ്ലാനിങ് ആയിരുന്നേ. ഇപ്പോൾ ഈവനിങ് 5:30 ആണ് ടൈം. ഇവിടെ സമ്മർ ആയതുകൊണ്ട് തന്നെ ഇപ്പം നല്ല ചൂടാണ് കേട്ടോ. അപ്പം നമ്മളുടെ ഫ്ലാറ്റിൽ നിന്ന് 20 മിനിറ്റ്സ് ഉണ്ട് ഈ പാർക്കിലേക്ക്. നമ്മൾ പോകുന്നത് അറ്റാടുള്ളൊരു പാർക്കിലേക്കാണ്. നാഷണൽ പാർക്ക് എന്നാണ് ഈ പാർക്കിൻ്റെ പേര്. ഇത് കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മാൾട്ടയിലുള്ള അമേരിക്കൻ എംബസിയുടെ ഓപ്പോസിറ്റാണ് കേട്ടോ ഈ പാർക്ക് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള പാർക്കാണ്. ഇതാണ് നിർമ്മലയും ഹസ്ബൻഡും പിന്നെ നിർമ്മലയുടെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട് കേട്ടോ നമ്മളുടെ കൂടെ. അവർ വേറെ കാറിലാണ് വന്നത്. അങ്ങനെ നമ്മൾ പാർക്കിലെത്തി. നമ്മൾ ഫുഡൊക്കെ ഇട്ടാണ് കേട്ടോ വന്നത്. നമ്മൾ ഇന്ന് രാവിലെ വീട്ടിൽ ഫുഡൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഇവിടെ വന്ന് ഒരുമിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ഇവിടെ ഇപ്പോൾ ഇതൊക്കെയാണ് ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ പാർക്കിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് നല്ല സ്പേഷ്യസ് ആണ്, ഒട്ടും ക്രൗഡഡും അല്ല. ഇങ്ങനെ ഇവിടെ ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾക്ക് വന്ന് ഫുഡൊക്കെ കഴിക്കാം. നിങ്ങൾ മാൾട്ടയിലുള്ളവരാണെങ്കിൽ ഒരു തവണ ഇവിടെ വരണം ഉറപ്പായിട്ടും. ഇതാണ് നിർമ്മല. അങ്ങനെ നമ്മൾ അവിടെ നടന്നു, കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇവിടെ കാണാൻ മാത്രം കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ ഒരു ചെറിയ വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് വേഗം കാണിച്ചു തരാവേ. ഇത് കണ്ടോ, നമ്മളുടെ നാട്ടിലെ ചുമന്ന ചെമ്പരത്തിയാണ് കേട്ടോ. അതുപോലെ തന്നെ അരളിപ്പൂ. ഇവിടെ ഇപ്പോൾ കുറേ സ്ഥലത്ത് ഇങ്ങനെ പല കളറിലായിട്ട് അരളിപ്പൂ ഉണ്ടായി നിൽക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണത് കാണാൻ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ ഒരു സ്പോട്ട് കണ്ടെത്തി. നമ്മൾ പാസ്ത, ചിക്കൻ ഫ്രൈയും പിന്നെ കുറച്ച് ഡെസേർട്ടൊക്കെയാണ് കരുതിയത്. എല്ലാവരും കൂടിയൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. നല്ല രസമായിരുന്നു. ഇതൊക്കെ ഒരു മെമ്മറി ആണല്ലോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു 18 മിനിറ്റ്സ് പോയി കഴിഞ്ഞാൽ ഹർലാപ്സി എന്ന് പറഞ്ഞിട്ട് ഇവിടെ സിജീവിയിലൊരു സ്വിം സ്പോട്ട് ഉണ്ട്. അവിടെയും കൂടി ഒന്ന് പോയി സ്ഥലം കണ്ടിട്ട് തിരിച്ച് മടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാണ് കേട്ടോ സ്ഥലം. നമ്മളിവിടെ എത്തി. ഇത് സിജീവി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെയും ഒട്ടും ക്രൗഡഡ് അല്ലായിരുന്നു. ഇതൊരു സ്വിം സ്പോട്ടാണ്. ഹർലാപ്സി എന്ന് പറയുന്നത്, ഹർ എന്ന് പറയുന്ന മാൾട്ടീസ് വേർഡാണ്. അത് കേവ് എന്നാണ് ആ വേർഡിൻ്റെ അർത്ഥം. ഇതൊരു കേവ് പോലെയാണ് ഇത് ഇരിക്കുന്നത്. എനിക്ക് കറക്റ്റ് അറിയില്ല കൂടുതൽ ഇതിനെപ്പറ്റി പറയാൻ വേണ്ടി. ഇത് സ്വിം സ്പോട്ടാണ്. ഇവിടെ ഒത്തിരി പേര് സ്വിം ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെയും കൂടെ നമ്മൾ ജസ്റ്റ് കണ്ടു സ്ഥലമൊക്കെ. ചുമ്മാ ഒന്ന് കാലൊക്കെ നനച്ചു ഇറങ്ങി. പക്ഷേ സമയം ഒരുപാടായിരുന്നു. സമയം ഇപ്പോൾ 8:30 മണിയായി രാത്രി. ഇവിടെ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ടാണ് ഇരുട്ടാൻ താമസിക്കുന്നത്. ഒരു 10-20 മിനിറ്റ് നമ്മളവിടെ നിന്നുള്ളൂ. അപ്പോൾ തന്നെ നമ്മൾ തിരിച്ച് മടങ്ങിയായിരുന്നു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ഹാവ് എ ഗുഡ് ഡേ.